ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി സൺഡേ. അപ്പൊ നിങ്ങളുടെ സ്വന്തം മുങ്ങൽ പൊങ്ങൽ വിദഗ്ധയായ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് വ്ലോഗ് ആയിട്ടാണ്. നമ്മളെ കോഴിക്കോട് തളിയമ്പലത്തിന്റെ അടുത്ത് സുട സുട ഇഡ്ഡലി തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എന്നാ പിന്നെ എന്റെ കൂടെ നിങ്ങളും പോകുന്നോളി. എന്റെ അച്ഛൻ്റെ അമ്മേന്റെയും കോഴിക്കോടുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ആണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടുന്ന് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് മിനി പൊടി ഇഡ്ഡലിയും ബട്ടർ തട്ട ഇഡ്ഡലിയുമാണ്. ഇതാണ് പനീർ ഇഡ്ഡലി. ഞാൻ ഒരു ഇഡ്ഡലി പേഴ്സണുമാണ്, പനീർ പേഴ്സണാണ്. അപ്പൊ ഇനി ഇത് രണ്ടും മിക്സ് ചെയ്ത് തന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംഭവം എനിക്ക് നല്ലോണം വർക്കായി. ആ പനീറിന്റെ ഫില്ലിംഗ് വാസ് റിയലി ഗുഡ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ചുങ്കത്തുള്ള ഖസർ ലബാനിലേക്കാണ് കേട്ടോ വന്നത്. സംഭവം നമ്മുടെ സൈൻ ലബാന്റെ വേറൊരു വേർഷൻ അത് തന്നെ. അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ ഹെബ കേക്കാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക്, അതിൻ്റെ മുകളിൽ കുനാഫ, പിന്നെ ചോക്ലേറ്റ് സോസ്. അങ്ങനെ ഭയങ്കര സ്വീറ്റും അല്ലായിരുന്നു. ആ ചോക്ലേറ്റിൻ്റെ കുറച്ച് ചെറിയൊരു മധുരം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനൊക്കെ അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഉള്ളിലെ സീറ്റിങ്ങിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പുറത്തെ സീറ്റിംഗ് ആട്ടോ. നല്ല വൈബായിരുന്നു. ഓറഞ്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഫറൂഖ് ചുങ്കത്താണ്. അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ.